ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു തോട്ടത്തിലെ സ്പ്രിംഗ്ലർ വെക്കണം, നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ്ലർ വെക്കണം. അപ്പോൾ അത് പിന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യണത്, ഏത് സ്പ്രിംഗ്ലറാണ് വെക്കണം എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ ഇന്നിവിടെ ഒരു സ്പ്രിംഗ്ലർ വെക്കുന്ന ഒരു പരിപാടിയിലാണ്. അതായത് തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകുമ്പോൾ അങ്ങനെ സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഏത് രീതിയിലൊക്കെ ചെയ്ത് നമുക്കൊന്ന് കാണാം. ഇതാ, ഞങ്ങൾ 15 kg പൈപ്പാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്, 1 ഇഞ്ചിൻ്റെ. നേരിട്ട് മോട്ടറിനാണ് നമ്മൾ കണക്ഷൻ കൊടുത്ത്. ഇവിടെയൊക്കെ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ സ്പ്രിംഗ്ലർ. അതിന് ഒന്നുകൂടി താഴ്ത്തി കൊടുക്കും. ഹൈറ്റ് ഞങ്ങൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ഒന്നുകൂടി താത്തിയിട്ട് റെഡിയാക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ വാട്ടറിൻ്റെ എത്തുന്ന ദൂരമൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടെ പിന്നെ ഇങ്ങനെ പോകണം. മെയിൻ സപ്ലൈ ലൈനാണ് ഇപ്പോൾ ഈ പോകുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ടീട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ലൈൻ അതാക്കണം. ഇതാണ്. ഇതൊക്കെ നമ്മൾ താത്തി കൊടുക്കൂട്ടോ. ഇതൊക്കെ ഇനി മണ്ണ് ഇടുന്നതിന് മുന്നേ താത്തിയിട്ട് ഒക്കെ സ്പ്രിംഗ്ലർ അവിടെ ഫിക്സ് ചെയ്യും. ഇവിടെ ഒന്നുണ്ട്. ഓക്കെ, ഇവിടെ പല ഐറ്റംസ് ഫലവൃക്ഷങ്ങളാണ് ഉള്ളുള്ളത്. അപ്പം അതിന് നനയ്ക്കാൻ വേണ്ടിയിട്ടേ ഇല്ലേ തോട്ടം ഇങ്ങനെ നനയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുമ്പോൾ എല്ലാ ഇലകൾക്കൊക്കെ കിട്ടും. മറ്റേ മുരട്ടിൽ മാത്രം നമ്മൾ വെള്ളം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ മാതിരി വെള്ളം നമുക്ക് എത്തുന്നു. ഇത് ചാമ്പക്കൻ്റെ മരം, ചാമ്പക്ക, മാങ്ങ, ഇതെന്ത് സംഭവം നമുക്കറിയില്ല. മാവുത, പിന്നെ ചിക്കു, ഇത് ലിച്ചിയാണ്. ലിച്ചിൻ്റെ മരം. അപ്പം അങ്ങനത്തെ മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ജാതിക്ക, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ എന്ത് പഴമെന്നുള്ള നമുക്കറിയില്ല, എന്നാലും ഇങ്ങനത്തെ പഴങ്ങളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയൻ പഴമാണ് സംഗതി. ഇതാണ് നമ്മളെ നോനി പഴം എന്ന് പറഞ്ഞതാണ്. ഔഷധ ഗുണമുള്ളൊരു പഴമാണ്. പല രോഗങ്ങൾക്കും ഔഷധമാണെന്ന് പറഞ്ഞേക്കാം. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ടെസ്റ്റ് അടിച്ചൊക്കെ റെഡിയാക്കി കേട്ടോ. ഇവിടെ മൊത്തം ഒന്ന് ടെസ്റ്റ് 1-2 പ്രാവശ്യം ഞങ്ങൾ വെള്ളം അടിച്ച് ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പം ഫുള്ള് നനഞ്ഞ്. മറ്റേ നമ്മൾ പൈപ്പ് പിടിച്ച് നനയ്ക്കുമ്പോഴേ കുറേ ടൈം എടുക്കും. പിന്നെ ഒരാൾ അതിനായിട്ട് നിൽക്കണം. ഇത് പിന്നെ ഓണാക്കിയിട്ടാൽ പിന്നെ അങ്ങനെ പോയാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിന്നിട്ട് പിന്നെ അടുത്ത സെക്ഷൻ തുറക്കാൻ വേണ്ടി മാത്രം ഒന്ന് വന്നാൽ മതി. അതിനായിട്ട് ഒരാൾ നിൽക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാ ഐറ്റംസ് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി തോട്ടാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു സ്പ്രിംഗ്ലർ. നമ്മൾ ഇവിടെ ഈ ഏരിയ മൊത്തം ഈ ഒരു കണ്ട ഏരിയ ഫുള്ളായിട്ട് ഇപ്പോൾ അതുകൊണ്ട് നനയ്ക്കാൻ പറ്റും. ഇവിടെ ഒക്കെ ഫുള്ള് ഈ ഭാഗം ഫുള്ളായിട്ട് നനയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം, ഏതൊക്കെ ടൈപ്പ് നമ്മൾ എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒന്ന്. ഈ ടൈപ്പാണ് ഞങ്ങൾ 8 എണ്ണം വെച്ചിട്ടുണ്ട്. 9 സ്പ്രിംഗ്ലറാണ് വെച്ചിട്ടുണ്ട്. ഷൈൻ്റെ AE14 എന്ന മോഡല്. അപ്പോൾ അത് നമ്മൾ പിന്നെ 28 അടി നമുക്ക് ഇത് കിട്ടും, റേഡിയൽ കിട്ടും. നമുക്കിത് പിന്നെ വെള്ളത്തിൻ്റെ കവറേജ്. മറ്റേത് 42 അടിയാണ് കിട്ടുക. 42 അടിയിൽ പിന്നെ ആ വരുന്നത് വലിയതാണ്. അത് A50 ആണ്.
അപ്പോൾ അത് 42 ഫീറ്റ് ആണ് റേഡിയൽ. അപ്പോൾ പിന്നെ ആ റേഡിയസിൽ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് കിട്ടും 42 ഫീറ്റ് കേട്ടോ. ഈ ഏരിയ 2 വരുന്നുണ്ട്. ഒന്ന് ഭായിമാർ നിൽക്കുന്ന ആ ഭാഗത്തൊന്നും ഇതിനൊന്നും കൂടി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു കവർ ചെയ്ത് കിട്ടും, മൊത്തം നനഞ്ഞിട്ടും. ഇതാ ഇവിടെയൊക്കെ കുറച്ച് അവിടെയൊക്കെ നമ്മൾ ചെയ്താണ്, ഫസ്റ്റ് ചെയ്താണ്. ആ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് ഭായിമാർ. നമ്മുടെ കോയിൽ കിണറിനാണ്, ബോർവെല്ലിൽ നിന്നാണ് നമ്മളിത് അടിക്കുന്നത്. 2 ലൈനായിട്ട് കൊടുത്തിട്ടുള്ളൂ, 2 സെക്ഷനായിട്ട് കൊടുത്താണ്. എന്താ വെച്ചാൽ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് കൊടുത്താൽ നമുക്ക് മൊത്തത്തിൽ കിട്ടൂല. അപ്പോൾ ഒരു വാൾവ് കൂട്ടിയിട്ട് മറ്റേ തുറന്നു കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നനഞ്ഞു കിട്ടും. ഒന്ന് ഈ ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ കൊടുത്ത് ഇവിടെയൊക്കെ പോയമാര് മണ്ണിട്ട് ലെവൽ ചെയ്ത് പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇതൊക്കെ നേരത്തെ ടെസ്റ്റ് അടിച്ചിരുന്നത്. ഇപ്പോൾ താത്തി ഒക്കെ ഒരു 40 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ടുള്ളൂ. അത് മതി. എന്നാൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് വാട്ടർ. ഇതുപോലത്തെ ചെറിയ ചെറിയ മരങ്ങളാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തും ഒരേ മാതിരി വെള്ളം എത്താൻ പറ്റും, എത്തിക്കിട്ടും. ഇവിടെ നിന്നുണ്ട്, ലാസ്റ്റിലൊന്നുണ്ട് ഇവിടെ. ഇന്നിവിടെ പിന്നെ ആ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രിംഗ്ലർ കൊണ്ട് കവർ ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ മരങ്ങളാണ്. നല്ല നല്ല പല വീട്ടിലുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെയാണ്. അധികം ഹൈറ്റ് വെക്കാത്ത മരങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാ ഫുള്ള് ഫിക്സാക്കി ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വലിയ സ്പ്രിംഗ്ലറാണ്, അത് മൊത്തം നമ്മൾ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? 750. പിന്നെ ഇത് അവിടെ നമ്മൾ ചെറുത് ഇതാണ്. അപ്പോഴത്തെ ഇത് നമ്മൾ സെൻട്രലുള്ള അതാ അവിടെ അവിടെ ഫുള്ളായി, ഏര് ഫുള്ളായി. അങ്ങനെ ഓരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ തന്നെ നോക്കി കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തും സ്പ്രിംഗ്ലർ വെച്ചാൽ നനഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിൽ ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സ്പ്രിംഗ്ലർ ആയിട്ട് ഈ മൊത്തം ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.